ഹായ് ഹലോ. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഒരു കുഞ്ഞു വ്ളോഗാണേ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് അനിയത്തിക്ക് കുറച്ച് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ബാക്കി രണ്ടുപേരെയും ഞാൻ വീട്ടിലാണ് ആക്കിയിട്ടുള്ളത്, അമ്മയുടെ അടുത്ത്. അപ്പോൾ പോയിട്ട് വരാൻ കുറച്ച് സമയം എടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുഞ്ഞു മോനെ കയ്യിലെടുത്തു. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അതായത് എന്താണ് മേടിക്കേണ്ടത്, ഏത് തുണിയാണ് മേടിക്കേണ്ടത്, പിന്നെ അതെവിടെയാണ് കിട്ടുന്നത്, അങ്ങനെ നമ്മൾ ഒരു ഊഹം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മീനച്ചിലാറ്, കോട്ടയംകാരുടെ മീനച്ചിലാറ്. അപ്പോൾ നമ്മുടെ കോട്ടയത്തെ വിമലഗിരി പള്ളി അറിയോ? പള്ളിയുടെ കുരിശൊക്കെ ഇതാ കാണാൻ പറ്റും കേട്ടോ, ചെറുതായിട്ട് കാണാം. അപ്പോൾ ഈ പള്ളിയുടെ അടുത്താണ് ഞങ്ങളുടെ വീട്. ഈ പള്ളിയുടെ അടുത്തെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊന്നുമല്ല, കുറച്ചിങ്ങോട്ട് മാറിയിട്ട്. അപ്പോൾ ഞാൻ പള്ളി ഒന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ നോക്കിയൊന്നും കാണത്തില്ല, ഞങ്ങൾ വണ്ടിക്ക് പോകുന്നതായത് കാരണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുക്ക് തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിഷ്ഠ പോലെയൊക്കെ ഉണ്ട്. ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ ഓട്ടോയിലാണ്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾ ഫെമിലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് അവിടെ ഒരു പോരാളി ഒരു തയ്യൽക്കട ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ കണ്ണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും പെട്ടെന്ന് കൊടുങ്ങുന്നത്. തയ്യക്കട, തുണിക്കട, തയ്യൽ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഗതികൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പം അതും കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പോലീസ് ഗ്രൗണ്ടും ചെറിയൊരു ജയിലും ഒക്കെ ഉള്ളത്. ഇതിൻ്റെയൊക്കെ മതിലിൻ്റെ പൊക്കം ഉണ്ടല്ലോ ദൈവമേ, അതിൻ്റെയും പൊക്കത്ത് അവർ കമ്പിയും കൂടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയല്ലേ ഈ മനുഷ്യർ ചാടിക്കടന്ന് ജയിലിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത്? ആ ഗോവിന്ദച്ചാമിയൊക്കെ എങ്ങനെയാണോ പുറത്ത് വന്നത്? അതും കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പം ലൈഫ് സ്റ്റൈലും തൊട്ടടുത്ത് കളക്ടറേറ്റും അതിൻ്റെ തൊട്ടപ്പുറത്തെ പോലീസ് സ്റ്റേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടൗണിലെത്താൻ പറ്റും. ഞങ്ങളിങ്ങനെ റാൻഡോടെ സംസാരിച്ചിങ്ങനെ വന്നപ്പോഴത്തേനും പറയായിരുന്നേ, ഇത് കാണാൻ സാധ്യതയുള്ള സൗമ്യയുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഇവരൊക്കെ എന്ത് പറയുന്നുള്ള ടെൻഷനാണ് സൗമ്യക്ക്. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനേ തുണി എടുക്കാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ അമ്മേ ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞും കൊണ്ട് അടുത്ത ബസ്സിനൊരൊറ്റ പോക്കാം. പിന്നെ ഒരു സമയമാകുമ്പോഴായിരിക്കും തിരിച്ചു വരുന്നത്. ഒരുവിധം കടകളെല്ലാം ഞാൻ കവർ ചെയ്യുമായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എവിടെ നിന്നെല്ലാം കിട്ടും, അന്നൊക്കെ സമയമുണ്ട് കയറി ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടയം ജില്ലാ ആശുപത്രി. എൻ്റെ 3 മക്കളെ ഞാൻ ഇവിടെയാണ് പ്രസവിച്ചത്. അവരുടെ ഒരു തറവാടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എത്ര പിള്ളേരുടെ തറവാടാണല്ലേ കാണുന്ന ആശുപത്രി. ചിലരൊക്കെ വീഡിയോസിനകത്ത് വന്ന് ഡെലിവറി സ്റ്റോറിയൊക്കെ ഭയങ്കര ഹൊററായിട്ട് പറയാറില്ലേ. പക്ഷെ ഞാനും കോട്ടയം ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗമൊന്നല്ലേ, നല്ല ടൈപ്പായിരുന്നു. ഒരു പക്ഷേ ഇനിയും ഞാൻ അവിടെ കയറി ചെന്നാലോ എന്ന് ഓർത്തിട്ട് അവരെന്നെ പ്രസവം നിർത്തിയാണ് വിട്ടത്. അപ്പോൾ ആശുപത്രി കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ചന്തക്കാല വരേക്കും ഇഷ്ടംപോലെ കടകളാണ്. തുണിക്കട, ചെരുപ്പ് കട, ജ്വല്ലറി സംഭവങ്ങൾ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഷീമാട്ടിൽ പാർക്ക് ചെയ്യണമെങ്കിൽ പോലും 500 രൂപ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല. അപ്പോൾ ഞങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നർമ്മദയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പുളിമൂട്ടിലുണ്ട്, അങ്ങോട്ടൊന്നും കയറിയില്ല. ഇവിടെയൊക്കെ റിഡക്ഷൻ സെയിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടൊന്നും ഞങ്ങൾ കയറിയില്ല. ഫോക്കസ് പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് പോകുന്ന വഴി അറിയത്തില്ലാത്തതുകൊണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പരാഗൊക്കെ ഉണ്ട് കേട്ടോ. പരാഗ് ചന്തക്കവലെ തന്നെ രണ്ട് ഷോപ്പുണ്ട് പരാഗിന് തന്നെ. അപ്പം അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴാണ് നമ്മുടെ നർമ്മദ വരുന്നത്. ഇനിയാണ് മക്കളെ ട്വിസ്റ്റ്. എൻ്റെ അമ്മോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചല്ല കേട്ടോ. ഈ ലിഫ്റ്റ് ഞാൻ തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് ആരെയാണെന്നറിയാവോ? സ്മൃതി ചേച്ചീന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എസ്റ്റക്കിനകത്തെ സ്മൃതി ചേച്ചിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മോളെ സൗമ്യ ഒരു വീഡിയോ എടുത്തതാടിയെന്ന് പറഞ്ഞപ്പോൾ അവളൊരു 3 സെക്കൻഡ്, കൃത്യം 3 സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ് എടുത്തു തന്നത്. അവൾക്കറിയില്ലല്ലോ ഇതാരാണെന്നുള്ളത്. എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എൻ്റെ കിളി പോയ അവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സൗമ്യ എന്നോട് പറയണേ, നീ എന്തോ മോഹൻലാലിനെയോ മമ്മൂട്ടീനെയൊക്കെ കണ്ട പോലെയാണല്ലോ പറയുന്നതെന്ന്. ഈ മോഡ് കാഷ്വൽസിനകത്തെ മനോജ് സാറ്, തുന്നൽക്കാരനകത്തെ ജിതിൻ സാറ്, എസ്റ്റക്കിലെ സ്മൃതി ചേച്ചി, ഇങ്ങനെ നമ്മുടെ ഗുരുക്കന്മാരെന്ന് പറയുന്ന കുറച്ച് പേരുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കിള്ളി പോയൊരവസ്ഥയായിരുന്നു കേട്ടോ അന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് മാക്സിമം ഞങ്ങൾ തമ്മിലൊരു സംസാരം, ഒരു സിറ്റുവേഷൻ കിട്ടിയുള്ളൂ. പക്ഷേ ചേച്ചി എന്ത് ഹമ്പിളാണെന്നറിയാമോ. പോയ ചേച്ചീനെ ഞാൻ പിടിച്ചു നിർത്തിയ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യിപ്പിച്ചത്. എനിക്കാണെങ്കിൽ ആ സിറ്റുവേഷൻ ഇപ്പോൾ പോലും ഓർക്കുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീലാണ്. അപ്പോൾ സൗമ്യ എടുക്കാൻ വന്നത് ഈ ജെൻസിൻ്റെ ഒക്കെ പാൻറ്റിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ ആ കൂടെ ഇങ്ങനെ ഓടി നടന്ന മെറ്റീരിയലൊക്കെ ഇങ്ങനെ വീഡിയോ പോലെ എടുക്കുന്നുണ്ട്.
അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചീനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ എൻ്റെ കിളി പോയി. അപ്പം ഞാൻ വന്ന ഉദ്ദേശം ഞാൻ തന്നെ മറന്നുപോയി. അപ്പോൾ എൻ്റെ ആ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടപ്പോൾ സൗമ്യ എന്നിങ്ങനെ ട്രോളുന്നുണ്ട്. കൂടെ പറയുന്നുണ്ട്, അതായത് വർഷങ്ങൾക്ക് മുന്നേ ഗൾഫിന് പോയ ഒരു കൂട്ടുകാരിനെ പെട്ടെന്ന് കണ്ട പോലെ. ഏട്ടാ എന്നോട് ചോദിച്ചു, നീ എങ്ങനെയാ അതായത് ആ ലിഫ്റ്റ് തുറക്കുന്നത് ഞാൻ ചേച്ചീനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ ചോദിക്കുകയും ചെയ്തു, സ്മൃതി ചേച്ചിയല്ലേ? അപ്പോൾ അവൾ എന്നോട് ചോദിക്കും, നിനക്ക് എങ്ങനെ പെട്ടെന്ന് അങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റി? വേറെ വല്ലവരൊക്കെ ആണെങ്കിൽ ഞാൻ ഒന്ന് പതുങ്ങും. അതായത് ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ച കൂട്ടുകാരൊക്കെ പെട്ടെന്ന് എൻ്റെ മുന്നിൽ കാണുവാണെങ്കിൽ ഞാനൊന്ന് ആലോചിക്കും ഇതാരാന്ന്. പക്ഷേ എനിക്കങ്ങനെ ആലോചിക്കാൻ പോലും സമയം കിട്ടില്ല. സ്പോട്ടിൽ പക്ഷേ നമ്മൾ അവരെ അങ്ങനെ അങ്ങ് എടുത്തു. അതാണ് സംഭവം. അപ്പോൾ ചേച്ചി അവിടെ പർച്ചേസിന് എന്തോ വന്നതാണ്, എന്തോന്നല്ല പർച്ചേസിന് വന്നതാണ്. അപ്പോൾ പുറകെ നടന്ന് ശല്യം ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടല്ലായിരുന്നെങ്കിൽ ഞാൻ പിടിച്ചിരുത്തി കുറച്ച് നേരം സംസാരിച്ചേനെ. അപ്പം ഞങ്ങൾ എടുത്ത മെറ്റീരിയൽ കട്ട് ചെയ്യാൻ ഏൽപ്പിച്ച് വെച്ചിട്ട് ചുമ്മാ ചുറ്റി നടന്ന് മെറ്റീരിയലൊക്കെ ഒന്ന് കാണുമായിരുന്നേ. അപ്പോൾ അതിനകത്ത് കുറേ മെറ്റീരിയൽ റിഡക്ഷനിലൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ കാണിച്ചതൊക്കെ ഓർഗൻസ മെറ്റീരിയലാണേ, ഇതൊക്കെ സാറ്റൺ. അപ്പം ട്രെൻഡിനനുസരിച്ച് അവിടെയും മെറ്റീരിയൽസ് ഓരോന്നിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ചില സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ മൊത്തത്തിലൊരു റിഡക്ഷൻ സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ നമുക്ക് ചില മെറ്റീരിയൽസൊക്കെ കിട്ടും. ബിറ്റിലൊക്കെ ചിലപ്പോൾ കാണും. ഇനി അങ്ങോട്ട് ക്രിസ്മസ് വരാൻ പോകുന്നത് കൊണ്ട് ഇനി ക്രിസ്മസിൻ്റെതായ മെറ്റീരിയൽസൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ കുറച്ചൊക്കെ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഈ ചെക്ക് മോഡൽ സംഭവമൊക്കെ ക്രിസ്മസിന് മിക്കവാറും ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ക്രേപ്പിൻ്റെ സെക്ഷൻ വരുന്നത്. മംഗല്യയുടെ അത്രയും കളക്ഷൻ എന്തായാലും ഇവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഷർട്ട് അങ്ങനെയൊക്കെ ജെൻസിൻ്റെ സൈഡായിപ്പോയി. ഞാൻ പിന്നെ അതാണ് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയി. ഇത് ഈ ഇരിക്കുന്ന മെറ്റീരിയലുണ്ട്, കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഇതിങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫ്രോക്ക് പോലൊക്കെ ചെയ്യാനൊക്കെ നല്ല മെറ്റീരിയലാണ്. ഇപ്പോൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. 170 രൂപയ്ക്കുള്ളിൽ എന്തോ ആയിരുന്നു. ആസ് യൂഷ്വൽ ഞങ്ങളിത് കഴിഞ്ഞ് പോയിരിക്കുന്നത് കുര്യൻസിൻ്റെ കടയിലാണ്. തയ്യൽ സാധനമൊക്കെ കിട്ടുന്ന കുര്യൻസ് എന്ന് പറയുന്ന കടയിൽ. അപ്പോൾ ഒരുവിധപ്പെട്ട തയ്യൽ സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മേടിച്ചത് മാച്ചിങ് ആയിട്ടുള്ള ത്രെഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചന്തക്കവലെ തന്നെ തൊട്ടടുത്തായിട്ട് പർപ്പിളിൻ്റെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ അടുത്താണെന്ന് തോന്നുന്നു അത് തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളുടെ മൈൻഡിലൊരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, അത് തപ്പിയാണ് പോയത്. പക്ഷെ അത് അവിടെ കണ്ടില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ കയറിയപ്പോൾ ഉണ്ടല്ലോ, വീഡിയോ എടുക്കുന്ന കാര്യം മറന്നേ പോയി. പക്ഷെ ഞങ്ങളൊരു പെർഫ്യൂമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 1 അല്ല 2 പെർഫ്യൂം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് MRP ഒന്നും കണ്ട് ഞെട്ടൊന്നും വേണ്ട, നല്ല ഓഫറിനാണ് നമുക്കത് കിട്ടിയത്. കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഈ പെർഫ്യൂമിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. ഒരു തരം അഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ നല്ല മണമാണെന്ന് തോന്നുന്ന ആ സാധനം ഞാൻ മേടിക്കും. എനിക്കിങ്ങനെ ഒത്തിരി കുത്തുന്ന പോലത്തെ മണമൊന്നും ഇഷ്ടമില്ലേ. ഭയങ്കര സട്ടിലായിരിക്കണം, എന്നാൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്ന സ്മെല്ലൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കാണിക്കുന്നത് ബെലാവിറ്റയുടെ ഗ്ലാം വുമൺ എന്ന് പറയുന്ന ഒരു ഫ്രേഗ്രൻ്റ് ആണ്. അത്യാവശ്യം നല്ല മണമാണ്. ഭയങ്കര യുണീക്കാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ യുണീക്കല്ല. നമുക്ക് എവിടേക്കോ കേട്ട ഒരു ഓർമ്മയുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല മണമാണ്. മണത്തെക്കുറിച്ച് പറയുമ്പോഴത്തേനും എല്ലാവർക്കും എല്ലാ മണമൊന്നും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നും എനിക്കറിയത്തില്ല. ഇത് മണത്താലല്ലേ അറിയുള്ളൂ. അപ്പോൾ പെർഫ്യൂമൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പർപ്പിളിൻ്റെ ആ ഔട്ട്ലെറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കോസ്മെറ്റിക്സും ഇതുപോലെ പെർഫ്യൂമൊക്കെ സംഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് മേടിക്കാൻ പറ്റും. ഞാനിത് പറയാൻ കാരണം നമ്മുടെ കോട്ടയത്തൊക്കെ ഇത് ഭയങ്കര കുറവാണ്. എറണാകുളത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഷോറൂംസും പർപ്പിളിൻ്റെയും നൈക്കയുടെയും അല്ലെങ്കിൽ ഓരോരോ ബ്രാൻഡ് അനുസരിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിവേസ് എനിക്ക് ആ പെർഫ്യൂം ഇഷ്ടപ്പെട്ടിരുന്നു. ബ്യൂട്ടി വിത്തിൻ മലയാളം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ. അപ്പോൾ അതിൽ ചേച്ചി പെർഫ്യൂം അഡിക്ഷൻ്റെ ഒരാളാണ്. അപ്പോൾ ആളുടെ കയ്യിൽ പല വെറൈറ്റീസ് ഓഫ് ഫ്രേഗ്രൻസ് ഉണ്ട്. അമ്പോ പുള്ളിക്കാരത്തെ പെർഫ്യൂമിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ട് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ആ കൊത്തി വരും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ, അയ്യടാ തയ്യലെന്നും പറഞ്ഞ് വന്നിട്ട് ഇപ്പോൾ പെർഫ്യൂമൊന്നായോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളെല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിലായിരിക്കും പോകുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ബെലാവിറ്റയുടെ പ്യോർ മസ്ക് എന്ന് പറയുന്നൊരു ഫ്രേഗ്രൻ്റ് ആണ്. ഇത് ഞാൻ ട്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് സൗമ്യ എന്നോട് പറഞ്ഞു ഇത് പൊട്ടിക്കല്ലെന്ന്, അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചില്ല. അപ്പോൾ ചുമ്മാ അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ചാനലിലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.